നമസ്കാരം. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖമുക്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലാണ്. പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യവും ധനലാഭവും ഉണ്ടാകും. ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലേക്ക് മാറും വ്യാഴം. അപ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വ്യാഴത്തിന്റെ ഹംസ രാജയോഗം എന്ന രാജയോഗം കിട്ടും. വ്യാഴത്തിന്റെ രാജയോഗപ്രദമായ ഗുണങ്ങൾ കിട്ടും. വ്യാഴം വർഷം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾ നടക്കും. അതുപോലെ ദൈവാനുഗ്രഹം വർദ്ധിക്കും. ജോലിയിലും ബിസിനസ്സിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ ഒക്കെ അനുകൂലമാണ്. അതുപോലെ വിവാഹ ഭാഗ്യം, സന്താന സുഖം വർദ്ധിക്കും. മുടങ്ങിയ ധനം, മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. സർവൈശ്വര്യം വന്നു ചേരും. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. 6ലുള്ള ശനി നിങ്ങൾക്ക് ശനിദോഷമില്ല. അതും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ തന്നെയാണ്. വർദ്ധിക്കും. ധനനേട്ടമുണ്ടാകും. കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ ലാഭം കിട്ടും. രാഹു കുംഭൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിലാണ്. കേതു ചിങ്ങൻ രാശിയിലുള്ളത് നിങ്ങളുടെ 11ാം ഭാവത്തിലാണ്. രാഹു കേതു നിങ്ങൾക്ക് പോസിറ്റീവ് ഫലമാണ് കിട്ടുക. പെട്ടെന്ന് സാമ്പത്തിക പുരോഗതി നേടാൻ സാധിക്കും. ചിലർക്ക് ലോട്ടറി, ചിട്ടിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ക്രിയേറ്റീവ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ പുതിയതെന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹം നടക്കും. പിന്നെ നിങ്ങളുടെ രാശിയധിപൻ ശുക്രനാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണ്, കേന്ദ്രത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ശുക്രന്റെ മാളവ്യ രാജയോഗം എന്ന രാജയോഗം കിട്ടും. കലാസാഹിത്യാദി, രാഷ്ട്രീയ, മാധ്യമരംഗത്ത് മറ്റെല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ലതാകും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. സംഗീത അഭിരുചി വർദ്ധിക്കും. അതുപോലെ വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലും നിങ്ങൾക്ക് പോസിറ്റീവ് ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ 2026 നിങ്ങൾക്ക് ഏറ്റവും നല്ല ശുഭഫലങ്ങളും ഭാഗ്യവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ശുഭഫലം വർദ്ധിക്കും. എല്ലാ തുലാൻ രാശിക്കാർക്കും 2026 ഏറ്റവും നല്ല വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്